എല്ലാവർക്കും ബിജുനമ്പൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കാണ്. ഇൻ്റർസ്റ്റേറ്റ് സർവീസിലേക്ക് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള ആൻഡ്രൂ ട്രാവൽസിൻ്റെ പുതിയ ഭാരത് ബെൻസ് സ്റ്റേസിൽ പ്രകാശ് നിർമ്മിച്ചിട്ടുള്ള സീറ്റർ കം സ്ലീപ്പർ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പം എപ്പോഴത്തെ പോലെ നമുക്ക് ആദ്യം ബസ് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. ബാംഗ്ലൂർ റൂട്ടിൽ തുടക്കക്കാരാണെങ്കിലും 20 വർഷത്തിന് മുകളിൽ ബസ് മേഖലയിൽ സജീവമായിട്ടുള്ളൊരു ഓപ്പറേറ്ററാണ് ആൻഡ്രൂ. 2003 മുതൽ കോട്ടയം എറണാകുളം റൂട്ടിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ആൻഡ്രൂവിൻ്റെ ബസ്സുകൾ. സ്ഫടികം, ബോഡിഗാർഡ് പോലുള്ള ചിത്രങ്ങളിലും ആൻഡ്രൂവിൻ്റെ ബസ്സുകൾ അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ 8ഓളം സ്റ്റേജ് കാരിയർ ബസ്സുകൾ കോട്ടയം വൈക്കം റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. പ്രകാശിൻ്റെ കപ്പല്ല ലുക്കിലുള്ള കൗളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ നമ്പർ NL01B3224 എന്നുള്ളതാണ്. ആൻഡ്രൂയുടെ ലോഗോ ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഭാരത് ബെൻസിൻ്റെ 13.5 മീറ്റർ ചേസിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ള അവിടെ കയറി ചെക്ക് ചെയ്ത് നോക്കാം. സൈഡ് പോർഷൻ ലുക്കിലേക്ക് നോക്കിയാൽ എല്ലാവരും ആദ്യം ഇതിൻ്റെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു ലിവറിയാണ്. നമ്മൾ റീൽസ് ഇട്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞിരുന്നു മുരഹരയുടെ അതേ കോപ്പിയുള്ള ലിവറിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുരഹരയുടെ ലിവറി കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ലോഗോ അടക്കം വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഇവിടെ സെൻട്രലായിട്ട് ആൻഡ്രൂ ട്രാവൽസ് ഓൾവേസ് ട്രാവൽ വിത്ത് പ്രൈഡ് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ മുരഹരയിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ബാക്ക് ലുക്ക്. കയറുന്ന ഡോറിൻ്റെ അവിടെ അതിഥി ദേവോഭവ എന്ന് ഈ കൊടുത്തിട്ടുണ്ട്. പ്രകാശിൻ്റെ ബാഡ്ജിങ് കാണാം. CCTV, ബ്ലാങ്കറ്റ്, വൈഫൈ, ചാർജിംഗ് പോയിൻറ്റ്, GPS, ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് 24 ബർത്തും 20 പുഷ് ബാക്ക് സീറ്റുമാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. താഴെയായിട്ട് ഗ്രീനിലെ മാറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലും ഗാങ് വേയിലും സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സീറ്റിൻ്റെയും ബർത്തിൻ്റെയും ലുക്കിലേക്ക് നോക്കാം. ഈ ഒരു ലെവലിൽ നമുക്ക് തൈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ പുഷ് ബാക്കിലൂടെയാണെങ്കിൽ ഈ ഒരു കംഫർട്ടിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കാല് വെക്കാനായിട്ട് ലെഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ ആൻഡ്രൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC വെൻ്റ് വരുന്നുണ്ട്, റീഡിങ് ലാംപ്സ്, ചാർജിങ് പോർട്ട്, പ്ലഗ് പോയിൻറ്റ്, അതുപോലെ ഇവിടെ ലഗേജ് ക്യാരേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു AC വെൻ്റ് വരുന്നുണ്ട്. മുകളിലേക്കുള്ള ലാൻഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആൻഡ്രൂവിൻ്റെ ബാഡ്ജ് ചെയ്തിട്ടുള്ള പില്ലോസും ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും അതുപോലെ ബ്ലാങ്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥികളെ ആദ്യം പരിചയപ്പെടാം. ഡ്രൈവർ പേര് അനിൽ, വീട് കൊല്ലങ്കോട്. മനോഹരമായ കൊല്ലങ്കോട്. ഓക്കെ. അറ്റൻഡർ പേര് വിശാല്, വീടിവിടെ പത്തനംതിട്ട അല്ലേ? ഓക്കെ. കോട്ടയം കോടിമാതിൽ നിന്നാണ് ആൻഡ്രൂവിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. വൈകുന്നേരം 6:30 കോടിമാതിൽ നിന്ന് എടുക്കുന്ന ബസ് കോട്ടയം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, തലവലപ്പറമ്പ്, കാഞ്ഞിരമറ്റം, തൃപ്പൂണിത്തറ വഴിയാണ് എറണാകുളത്ത് എത്തിച്ചേരുന്നത്. ആൻഡ്രൂവിൻ്റെ കോട്ടയം മാനന്തവാടി നൈറ്റ് സർവീസ് ബസ്സാണ് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ഐഷ ചേസുള്ള ബസ്സാണ്. കൊണ്ടോടി ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ആൻഡ്രൂവിൻ്റെ ഓണർ ബീച്ച് ചേട്ടൻ. നമ്മൾ യാത്ര ചെയ്ത ദിവസം അത്യാവശ്യം നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കാഞ്ഞിരമറ്റം എത്തുന്നതിന് മുമ്പായിട്ട് റോഡിൽ മരം വീണിട്ട് നമ്മുടെ ഗതാഗതം തടസ്സപ്പെട്ടു. നമുക്ക് കുറച്ച് നേരം ലേറ്റ് ആകേണ്ടി വന്നു. വീണത് അത്യാവശ്യം വലിയൊരു മരമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തുകൊണ്ട് വണ്ടികളുടെ നല്ലൊരു ക്യൂ ആ റോഡിലുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരെല്ലാം ചേർന്നത് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് യാത്ര പെട്ടെന്ന് തുടരാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ഡിന്നർ ബ്രേക്ക് പൂത്തോട്ടെ അന്നപൂർണയിലാണ്. അന്നപൂർണ അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ബോർഡിംഗ് പോയിൻ്റ് വൈറ്റിലാണ്. എറണാകുളം ബോർഡിങ് വൈറ്റില.
നമ്മുടെ എല്ലാ നൈറ്റ് സർവീസുകളും ബോർഡിങ് ചെയ്യുന്നത് ഇതേ സെയിം സ്പോട്ടിലാണ്. വൈറ്റ്ലയിൽ നിന്ന് ആലുവ, അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, കൃഷ്ണഗിരി, ഹൊസൂർ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് വണ്ടി സർവീസ് നടന്നത്. നല്ല കിടിലൻ മഴ. അവസാന ബോർഡിംഗ് പോയിന്റുകൾ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലും പാലക്കാട് വടക്കഞ്ചേരിയിലുമാണ്. സേലം എത്തുന്നതിന് മുന്നേ പെരുന്തുറയിൽ കോവൈ ബേക്സിൻ്റെ അവിടെ നമുക്ക് വാഷ്റൂം ബ്രേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇവിടെ തന്നെയാണ് വാഷ്റൂം ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോ ഡ്രൈവറെ കൂടെ പരിചയപ്പെടാം. എന്താ പേര്? ലിബിൻ. വീട് തൃശ്ശൂർ അല്ലേ? ഓക്കെ. ഹൊസൂർ കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിലെ ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ വരുന്നത് അറ്റിബില്ലെ, ബൊമ്മസാന്ദ്ര, ഇലക്ട്രോണിക് സിറ്റി, സിൽക്ക് ബോർഡ്, മെയിൻ സ്റ്റോപ്പായിട്ടുള്ള മടിവാള, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഡയറി സർക്കിൾ, നിമാൻസ്, ലാൽബാഗ്, മജസ്റ്റിക്, അതുപോലെ കലാശിപ്പാടമാണ് അവസാനത്തെ ഡ്രോപ്പ് ഓഫ്. സീറ്റായിരുന്നോ? ബർത്തായിരുന്നോ? ബർത്തെല്ലാം കംഫർട്ടാണല്ലോ. ടൈമിങ് ഓക്കെ. പേരെങ്ങനെ? വീട് എറണാകുളം. ഹലോ, പേര് സാബു ജോൺ, താമസിക്കുന്ന കോട്ടയം. ഈ ബസ്സിൽ ഫസ്റ്റാണ് യാത്ര ചെയ്യുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല യാത്രയായിരുന്നു. ഇവിടെ നല്ല ബിഹേവിയറാണ്. ഓക്കെ. സീറ്റിൻ്റെ കംഫർട്ടൊക്കെ? സീറ്റൊക്കെ കംഫർട്ടാണ്, കുഴപ്പമില്ല. യാത്ര വിഷയം. ബസ്സുകൾ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ അതിൻ്റെ പുറകെ കൂടുക എന്നുള്ളത് ബാംഗ്ലൂരിൽ നമ്മൾ ഓരോ ഡ്രോപ്പ് ഓഫ് പോയിന്റിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ പേര് പൂജ, ഞാൻ കോട്ടയത്ത് വരുന്നു. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ട്രിപ്പാണ് ആൽബീസിൽ. എത്ര? മൂന്നാമത്തെ ട്രിപ്പാണ്. ഓക്കെ. നല്ല വണ്ടിയാണ്, സീറ്റ് കംഫോർട്ടും എല്ലാം പെർഫെക്റ്റാണ്. പിന്നെ സർവീസ് ആണെങ്കിലും നല്ലതാണ്. നമ്മുടെ അടുത്ത ഡ്രോപ്പ് ഓഫ് മടിവാള. ബാംഗ്ലൂർ മടിവാള കോട്ടയം.
കംഫർട്ടായിരുന്നു യാത്ര. നല്ല സുഖകരമായ ഉറക്കം കിട്ടി. ബെർത്തായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഗുഡ് സർവീസാണ്. കംഫർട്ട് ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് സ്റ്റാഫൊക്കെ നല്ല ഇടപെടില്ലായിരുന്നു. ബാംഗ്ലൂരില്ല. ബാംഗ്ലൂരിൽ നമ്മൾ കണ്ണപ്പേ പോവാണ്. പ്രകാശം പോവാണ്. നമ്മുടെ വണ്ടിയോടെ ബോഡി കിട്ടുന്നുണ്ട്. അപ്പം എനിവേ കീപ്പ് ഇറ്റ് അപ്പ്. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു. നമ്മുടെ അടുത്ത ഡ്രോപ്പ് ഓഫ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. എങ്ങനെ യാത്ര കണ്ടായിരുന്നു? ഓക്കെ. ഇതിന്റെ പേരെങ്ങനെ? ജ്യോതി. ലാൽബാഗ് ഡ്രോപ്പ് ഓഫ്. അപ്പോൾ നമ്മുടെ പാർക്കിങ് നയന്തഹള്ളിയിലാണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രൂ കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് വൈകുന്നേരം 6:30-ക്കും ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 9-9:30-ക്കുമാണ്. അപ്പം യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഒരു യാത്ര നിങ്ങൾ ആൻഡ്രൂയിലൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയെങ്കിലും ബൈ ഫ്രം ബിജി നിലമ്പൂർ.